കർത്താവിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമം ഇന്ന് പകൽക്കാലം വീണ്ടും നമ്മുടെ ഇടയിൽ മഹത്വപ്പെടുമാറാകട്ടെ. സ്തോത്രം. ശ്രദ്ധിച്ചിരിക്കണം. അതൊക്കെ അടുത്ത് അടച്ചു പോയി. സ്തോത്രം. നമുക്കെല്ലാവർക്കും വളരെ ശ്രദ്ധയോടെ ദൈവസന്നിധിയിൽ ദൈവവചനത്തിന് മുൻപാകെ ആയിരിക്കാം. 112 സങ്കീർത്തനം. ആഹ്വാനം ചെയ്യുന്നത് യഹോവയെ സ്തുതിപ്പീൻ എന്ന. എന്നാൽ തുടർന്നുള്ള വചനഭാഗങ്ങളെ നാം ചിന്തിക്കുമ്പോൾ യഹോവയെ സ്തുതിക്കുന്ന ഒരു വ്യക്തി സ്വന്തം ജീവിതത്തിൽ ചിന്തിച്ചിരിക്കേണ്ടതായിരിക്കുന്ന, ചിന്തിച്ച് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരേണ്ടതായിരിക്കുന്ന ചില കാര്യങ്ങളെ നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അവിടെ പറയുക, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അത് ഇംഗ്ലീഷ് വായിക്കുമ്പം ഗ്രേറ്റ്ലി ഡിലൈറ്റഡ് എന്നാണ് പറയുന്നത്. ഗ്രേറ്റ്ലി ഡിലൈറ്റിംഗ്. സ്തോത്രം. വളരെയധികം സന്തോഷിക്കുന്നവൻ. പ്രിയമുള്ളവരെ, ഈ സങ്കീർത്തനത്തിൻ്റെ ആകത്തുക നോക്കുമ്പം ഒരു നീതിമാനായ വ്യക്തിക്ക് ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കുന്ന അംഗീകാരങ്ങളെ, ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 2-ാമത്തെ വാക്യം പറയുക, അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ 2-ാമത്തെ വാക്യം തലമുറയെക്കുറിച്ചാണ്. നമ്മുടെ തലമുറകളെല്ലാം അനുഗ്രഹിക്കപ്പെടണം. നമ്മുടെ തലമുറകളെല്ലാം ഉയർന്നിരിക്കണം. നമ്മുടെ തലമുറകളെല്ലാം ഏറ്റവും ഉന്നത നിലവാരത്തിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഞാൻ ഉൾപ്പെടെ നാം എല്ലാവരും. സ്തോത്രം. പക്ഷേ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുക, നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നിന്റെ തലമുറ ഉയർന്നിരിക്കണമെങ്കിൽ, നിന്റെ തലമുറയുടെ മേൽ ദൈവിക അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കണമെങ്കിൽ നീ യഹോവയെ ഭയപ്പെടുന്നവനായിരിക്കണം. യഹോവയുടെ കൽപ്പനകളെ നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കണം. സ്തോത്രം. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം വീട്ടിലിരുന്ന് ഈ വാക്യത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ ചോദിച്ചു. ഞങ്ങൾ പരസ്പരം കുഞ്ഞുങ്ങളോട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ചോദിച്ച ഒരു ചോദ്യമാണ്, നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ഡിലൈറ്റഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ വചനത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എന്നോട് കുഞ്ഞുങ്ങൾ ആദ്യം പറഞ്ഞ കാര്യം നമ്മളത് ചെയ്യും എന്നാണ്. ഞാനെന്നാൽ അതിന് തിരിച്ചൊരു കാര്യം പറഞ്ഞു. എനിക്ക് ഏറ്റവും കൂടുതലുള്ള കാര്യത്തെ ഞാൻ ഏറ്റവും കൂടുതൽ അന്വേഷിക്കും, ഞാൻ ഏറ്റവും കൂടുതൽ വായിക്കും, അതിൻ്റെ പുറകിൽ ഞാൻ ഒത്തിരി സമയം ചെലവഴിക്കും. പ്രിയമുള്ളവരെ, ദൈവവചനത്തെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരാണ്, ദൈവവചനത്തിൻ്റെ ആഴങ്ങളിൽ നടക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നൊക്കെ പറയുന്ന നമ്മൾ എത്ര നേരം ഈ വചനം ധ്യാനിക്കാൻ സമയം കണ്ടെത്തുന്നുണ്ട്? നമ്മുടെ ജീവിതം തിരക്കേറിയതായി തീർന്നു, സത്യമാ. പക്ഷെ നമ്മുടെ തിരക്കുകളുടെ നടുവിലെ ഇതിന് നമ്മൾ സമയം കൊടുക്കാറുണ്ടോ? ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം വചനം അറിയത്തില്ല എന്നുള്ളതാണ്. വചനം അറിയത്തില്ല. അതുകൊണ്ട് ആരേലും എന്തേലും ഒക്കെ പ്രസംഗിച്ച ഉടനെ റാമൂളി ഏറ്റെടുത്ത് ഐ റിസീവ് ഇറ്റ് എന്നൊക്കെയാ പറയുന്നത്. ചുമ്മാ എല്ലാം കയറി ഒന്ന് റിസീവ് ചെയ്യരുത്. സ്തോത്രം. ഇതിങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിക്കണം. എല്ലാം കയറി റിസീവ് ചെയ്യരുത്. എല്ലാത്തിനും കൈപൊക്കി ആമേനൊന്നും പറയരുത്. സ്തോത്രം. ഇതിങ്ങനെ തന്നെയാണോ എന്ന് നോക്കണം. വചനം അങ്ങനെ പറയുന്നു. വചനം അങ്ങനെ പറയുന്നെങ്കിൽ കരങ്ങൾ ഉയർത്തി എല്ലാവരെക്കാൾ ഉച്ചത്തിൽ ആമേൻ പറയണം. സ്തോത്രം. ഞാനും നിങ്ങളും ആയിരിക്കണം ആദ്യം ആമേൻ പറയുന്ന ഒരു വചനപ്രകാരം സത്യമാണെങ്കിൽ. സ്തോത്രം. വചനം അറിയാത്തതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. എന്തുവാ സത്യം? ഇതാ സത്യം. സ്തോത്രം. മാറ്റമില്ലാത്ത വചനത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കും, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം. അതിൻ്റെ സ്ഥിരതയൊക്കെ നമ്മൾ ഇളക്കാൻ നോക്കിയാലൊന്നും ഇളകത്തില്ല. സ്തോത്രം. സ്തോത്രം. സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന വചനം. സ്തോത്രം. അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നവൻ. മറ്റൊരു ഭക്തൻ പറയുന്നത് എങ്ങനെയാ? ഞാൻ അവൻ്റെ കൽപ്പനകളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. സ്തോത്രം. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഇതിനു വേണ്ടിയുള്ള ഒരു അതിതീവ്രമായിരിക്കുന്ന വാഞ്ച നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. പ്രിയ കുഞ്ഞുങ്ങളെ,
സ്തോത്രം. യൗവനക്കാരെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം ഉണ്ടായിരിക്കണം. സ്തോത്രം. ശമൂവേൽ പ്രവാചകന്റെ ആദ്യകാലത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാ: ആ കാലത്ത് ദൈവത്തിൻ്റെ വചനം വിരളമായിരുന്നു. എന്താ സംഭവിച്ചേ? വചനം വിരളമാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പുരോഹിതനടക്കം തെറ്റിപ്പോയ കാലഘട്ടം. പ്രസംഗിക്കുന്ന ഞങ്ങളിലടക്കം സത്യമില്ലാത്ത, ദൈവവചനപ്രകാരമുള്ള നീതിയില്ലാത്ത, വിശ്വസ്തതയില്ലാത്ത, സ്തോത്രം, ഏറ്റവും കൂടുതൽ ഭക്തിയോടെ ജീവിക്കേണ്ട കുഞ്ഞുങ്ങൾ ആരുടെ കുഞ്ഞുങ്ങളാ? ഞാൻ പറയും ഒരു പാസ്റ്റർ കുഞ്ഞാ. വലിയ ഭാരത്തോടെ, വലിയ ഉത്തരവാദിത്വത്തോടെയാണ് പറയുന്നത്. സ്തോത്രം. അതൊരു ബേർഡൻ അല്ല. അവനെ സേവിക്കുന്നവൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഞാൻ സേവിക്കാൻ വേണ്ടി ഇറങ്ങിയെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ നാളെ ഇതിനു വേണ്ടി ഇറങ്ങണം. സ്തോത്രം. ഇതിനകത്ത് എന്തുണ്ട്? നിന്നയുണ്ട്, പ്രയാസമുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നേരിടേണ്ടി വരും. പക്ഷെ അതെല്ലാം ദൈവനാമ നിമിത്തം ഇതെല്ലാം ചപ്പൊന്നും ചവറൊന്നും എണ്ണുവാൻ സന്തോഷമായി എണ്ണണം. സ്തോത്രം. നമ്മൾ ചിലപ്പോഴും ചവറൊന്നും മാത്രമേ എണ്ണുന്നുള്ളൂ. ഇതിനെ സന്തോഷമായി എണ്ണി എന്ന് പറയുന്നുണ്ട്. അവർ അടി കിട്ടിയതെല്ലാം സന്തോഷമായി എണ്ണിയെന്ന് അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. ഇത് സന്തോഷമായി എണ്ണാൻ നമുക്ക് കഴിയണം. ഇത് ക്രൂരതയല്ല. ഇത് വെറും നിന്ന മാത്രമല്ല. ഇതിനെല്ലാം പ്രതിഫലം എണ്ണി എണ്ണി തരുന്ന ഒരു അപ്പച്ചൻ നമുക്കുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ, സ്തോത്രം, ഇത് നമുക്കൊരു അഭിമാനമായി തീരുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. സ്തോത്രം. സ്തോത്രം. അതുകൊണ്ടല്ലേ പറയുന്നത്, ആപത്തിനോ വാളിനോ കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ഉപദ്രവങ്ങൾക്കോ എൻ്റെ യേശുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ കഴിയുകയില്ല. അത് ഞാൻ ഉറച്ചിരിക്കുക. സ്തോത്രം. അതുകൊണ്ട് ഞാൻ എൻ്റെ കർത്താവിനെ സേവിക്കും, ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കും. എവിടെ ആരംഭിക്കുന്നേ? ദൈവത്തിൻ്റെ കൽപ്പനകളോടുള്ള വാഞ്ച, യഹോവ ഭക്തിയും ദൈവത്തോടുള്ള ഭയവും നമ്മളിൽ വളർന്നു വരുമ്പോൾ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അടുത്ത് പറയുകയാണ്, അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. അടുത്ത വാക്ക് എന്നെ ചിന്തിപ്പിക്കുന്ന, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. പ്രിയമുള്ളവരെ, കുറിച്ച് വെച്ചോണം, അണ്ടർലൈൻ ഇട്ട് നിങ്ങൾ വെച്ചോണം. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. കഴിഞ്ഞ നാളുകളിൽ സ്തോത്രം നേരോടെ നിന്നവർ, സ്തോത്രം നീതിയോടെ നിന്നവർ, സ്തോത്ര സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഓ നീതിമാന്റെ സന്തതി അപ്പം ഇറക്കുന്നത് ഞാന് കണ്ടിട്ടില്ല. സ്തോത്രം. നിന്റെ സന്തതി അപ്പത്തിന് വേണ്ടി ഇരക്കേണ്ടി വരത്തില്ല, നീ നീതിമാനായിട്ട് നിൽക്കുന്നെങ്കിൽ. സ്തോത്രം. സ്തോത്രം. ദൈവം കരുതുമെന്ന്. അത് കാക്കയെ കൊണ്ട് കരുതണമെങ്കിൽ കാക്കയെ കൊണ്ട് കരുതും, വിധവയെ കൊണ്ട് കരുതണമെങ്കിൽ വിധവയെ കൊണ്ട് കരുതും. ഇനി 2 ദിവസം പട്ടിണി ഇരുന്നാലും 3-ാമത്തെ ദിവസം ദൈവത്തിന്റെ പ്രവൃത്തികളെ അതിന്റെ മധ്യത്തിൽ കാണുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കുമെന്ന്. സ്തോത്രം. മറന്നു പോകരുത്. എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ നീതിയോടെ കർത്താവിന് വേണ്ടി നിലനിൽക്കണം. നമ്മൾ നേരോടെ ദൈവത്തിന് വേണ്ടി ജീവിക്കണം. സ്തോത്രം. നമ്മൾ നേര് കാണിക്കാത്ത തലമുറ അനുഗ്രഹിക്കപ്പെടണമെന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. സ്തോത്രം. അല്ലെങ്കിൽ അവർ നേരെ ദൈവത്തെ കണ്ടെത്തണം. സ്തോത്രം. അടുത്ത് പറയുക, ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും. അവൻ്റെ നീതി. കണ്ടോ, അവിടെ നീതി വിട്ടിട്ടുള്ള ഐശ്വര്യ സമ്പത്തൊന്നുമില്ല. എത്ര ഐശ്വര്യവും എത്ര സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടായാലും അവൻ്റെ നീതി എന്ത് ചെയ്യും? എന്നേക്ക് നിലനിൽക്കും. പലരുടെയും പ്രശ്നം എന്താണെന്നറിയാമോ? ഐശ്വര്യവും സമ്പത്തും ഒക്കെ കയറി വന്നു കഴിയുമ്പോൾ പിന്നെ നീതിയില്ല, പിന്നെ ഇതിൻ്റെ പുറകെയാണ്. അതുകൊണ്ടാണ് കർത്താവ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് 2 യജമാനന്മാരെ ഒരുപോലെ സേവിക്കാൻ കഴിയത്തില്ല. എന്ന് പണം നിന്റെ യജമാനനാകുന്നോ, എന്ന് ഐശ്വര്യം നിന്റെ യജമാനനാകുന്നോ, എന്ന് സമ്പത്ത് നിന്റെ യജമാനനാകുന്നോ, അന്ന് സ്വന്തം കഴുത്തിനൊരു കുരുക്കുണ്ടെന്ന് മറന്നു പോകരുത്. സ്തോത്രം. അതുകൊണ്ട് സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ ആശ്രയിക്കരുത്, മനസ്സ് വയ്ക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. മറന്നു പോകരുത്. എല്ലാം ദൈവവചനത്തെ കണക്ട് ചെയ്ത് തന്നെയാണ് സംസാരിക്കുന്നത്. സ്തോത്രം. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെച്ച്, മനസ്സെല്ലാം അവിടെ ആകരുത്. യേശു കർത്താവ് പറഞ്ഞൊരു, നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. നിന്റെ നിക്ഷേപം എവിടെയാണെന്ന് നീ കരുതിക്കൊള്ളണം. പ്രിയമുള്ളവരെ, നമ്മുടെ നിക്ഷേപം എവിടെയാണെന്ന് നമ്മൾ കരുതിക്കൊള്ളണം. സ്തോത്രം. നമ്മുടെ നിക്ഷേപങ്ങൾ കള്ളനും എടുത്തു കളയുന്നതും പുഴു അരിച്ചു കളയുന്നതും തുരുമ്പിപ്പിച്ച് കളയുന്നതുമായിരിക്കുന്ന ഈ ലോകത്തിലായിരിക്കരുത്. നമ്മുടെ നിക്ഷേപങ്ങൾ നമ്മുടെ സ്വർഗരാജ്യത്തിൽ, നമ്മുടെ പൗരത്വമുള്ള ദേശത്ത് നാം കരുതിക്കൊള്ളുവാൻ അധികം ഉത്സാഹിക്കണം. സ്തോത്രം.
ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും. വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകണോ? യഹോവയെ ഭയപ്പെടണം. വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകണോ? അവൻ്റെ കൽപ്പനകളിൽ ഇഷ്ടപ്പെടണം. പല കുടുംബങ്ങളിൽ ഇന്ന് ഐശ്വര്യം സമ്പത്തുണ്ട്, സ്വന്തം പണമുണ്ട്, സ്ഥാനങ്ങളുണ്ട്, യഥാർത്ഥ ഐശ്വര്യമില്ല. ഒരു ഭവനം ഈ കല്യാണത്തിൻ്റെ പ്രസംഗത്തിനൊക്കെ നമ്മൾ കേൾക്കല്ലേ, ഒരു ഭവനമായി തീരുന്ന എപ്പോഴാണ്? അതിനകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവിക സ്നേഹമൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോഴാണ്. പലയിടത്തും ഇത് മാത്രമില്ല, ബാക്കി എല്ലാം ഉണ്ട്. ഐശ്വര്യം കുടുംബത്തിലുണ്ടാകണമെങ്കിൽ എന്തുണ്ടാകണം? യഹോവ ഭയമുണ്ടാകണം, ദൈവ ഭയമുണ്ടാകണം. ദൈവവചനത്തിന് വേണ്ടിയുള്ള ആ വാഞ്ച, സ്തോത്രം, ആ വചനത്തിന്മേലുള്ള അതിഭയങ്കരമായിരിക്കുന്ന സ്തോത്രം ഇഷ്ടം, സ്നേഹം നമ്മളിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരണം. ഐശ്വര്യ സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അടുത്ത് പറയാം, നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു. സ്തോത്രം. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു വാക്യമായത്. നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിക്കുന്നു. ഇരുട്ടിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, സ്തോത്രം, അന്ധകാരത്തിൻ്റെ നിമിഷങ്ങളിലൂടെ ഞാൻ നിങ്ങളും കടന്നു പോകുമ്പോൾ, അടുത്ത അടി എവിടെ എടുത്തു വെക്കണമെന്നറിയാതെ കണ്ണിനെ കൂരിരുട്ട് മൂടുന്ന നിമിഷങ്ങളിൽ നേരോടെ നമ്മൾ ജീവിക്കുന്നെങ്കിൽ നമ്മുടെ മുമ്പിൽ പാതയായി, ദീപമായി, സ്തോത്രം, വിളക്കായി ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. അവൻ പറയും, വഴി ഇതാ, ഇതിലെ നടന്നോളാൻ. സ്തോത്രം. ജീവിതത്തിന്റെ അന്ധകാരത്തിന്റെ മേടുകളിൽ സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്ന പോലെ എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയും, ഞാൻ കൂരിരുളിന്റെ താഴ്വരയിൽ കൂടെ നടന്നാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. കാരണം യഹോവേ, എൻ്റെ ഇടയനായുള്ളവേ, അങ്ങ് എന്നോട് കൂടെ ഇരിക്കുന്നു. നിന്റെ വടിയും നിന്റെ കോലും എന്നെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. സ്തോത്രം. എന്ത് ചെയ്യണം? യഹോവയെ ഭയപ്പെടണം. അവൻ്റെ കൽപ്പനകളിൽ ഇഷ്ടപ്പെടണം. അവൻ്റെ കൽപ്പനകളെ ഏറ്റവും വാഞ്ചിക്കുന്നവരായി തീരണം. ദൈവത്തിന് സ്തോത്രം. അടുത്ത് പറയുക, അവൻ കൃപയും കരുണയും നീതിയും ഉള്ളവനാകുന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, നമുക്കുണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട സ്വഭാവ വിശേഷതയാണ് നമ്മൾ കൃപയുള്ളവരായിരിക്കണം. ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത് ഫുൾ ഓഫ് കമ്പാഷൻ എന്നാ. കരുണ എന്ന് ഒറ്റ വാക്കിലെ മലയാളത്തിൽ പറഞ്ഞിട്ടുള്ളൂ. ഫുൾ ഓഫ് കമ്പാഷൻ എന്ന് പറഞ്ഞാൽ അവന് മുഴുവൻ എന്താ? കമ്പാഷൻ. ഈ കമ്പാഷൻ എന്നുള്ള വേർഡ് ഞങ്ങളെ ക്ലാസ്സിൽ തിയോളജി പഠിപ്പിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സാർ, എത്തിക്സ് എടുക്കുന്ന സാറാണ്, അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. ഈ കമ്പാഷൻ എന്നുള്ള ഗ്രീക്കിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് അത് അന്തർഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു വേദനയാണ്. സ്തോത്രം. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ആ ഒരു എരിവ്, അവരോട് തോന്നുന്ന, നമ്മൾ ചിലപ്പോൾ ദീനാനുകമ്പ എന്നൊക്കെ മലയാളത്തിൽ കുറച്ചും കൂടെ പറയും. നമ്മളീ പലപ്പോഴും ഇല്ലാത്തത് അതാ. സ്തോത്രം. നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്ന അതാ. കർത്താവിനുണ്ടായിരുന്നു കേട്ടോ. കർത്താവ് ആ വിധവയായിരിക്കുന്ന സ്ത്രീ തൻ്റെ മരിച്ചുപോയ സ്തോത്രം മകനുമായിട്ട് വിലാപത്തോടെ കടന്നു പോകുമ്പോൾ അവിടെ ചെന്ന് അവൻ മനസ്സലിഞ്ഞു. എന്നിട്ട് അവൻ പറഞ്ഞു, മഞ്ചം താഴെ വെക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. അവനോട് ആരും ചോദിച്ചില്ല, അവനോട് ആരും പറഞ്ഞില്ല. അവൻ കണ്ടു. അവൻ അവിടെ പ്രവർത്തിക്കുവാനായിട്ടിടയായി തീർന്നു. സ്തോത്രം. നമ്മളിലുണ്ടോ ഈ ശീലം? സ്തോത്രം. നമ്മുടെയൊക്കെ മുമ്പിൽ പലരും കെഞ്ചിയാലും മനസ്സിറങ്ങാത്ത കഠിന ഹൃദയന്മാരല്ലേ നമ്മൾ? സ്തോത്രം. ഇന്ന് പകൽക്കാലം സ്തോത്രം, ഒരു ദൈവഭക്തൻ്റെ പ്രത്യേകത, അവൻ കൃപയുള്ളവനാണ്. 2, അവൻ ഫുൾ ഓഫ് കമ്പാഷൻ, അവൻ കരുണ നിറഞ്ഞവനാണ്. 3-ാമത്തെ കാര്യം, അവൻ നീതിയുള്ളവനാണ്. സ്തോത്രം. അടുത്ത വാക്യം, 5-ാമത്തെ വാക്യം മലയാളത്തിൽ എഴുതിയിരിക്കുമ്പം കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അടുത്ത് പറയുക, വ്യവഹാരത്തിൽ അവൻ തൻ്റെ കാര്യം നേടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. പക്ഷേ ഇംഗ്ലീഷിൽ, ഹീബ്രുവിലൊക്കെ പറയുന്ന സമയത്ത് അല്പം വ്യത്യാസമുണ്ട്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനുള്ളവരൊന്ന് വായിച്ചേ. വേറൊരു ട്രാൻസ്ലേഷൻ വായിച്ചേ. വേറൊരു ട്രാൻസ്ലേഷൻ വായിച്ചേ. ഹീബ്രുവിൽ തോബ് ഈഷ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോബ് എന്ന് പറഞ്ഞാൽ ഗുഡ്, ഈഷ് എന്ന് പറഞ്ഞാൽ മാൻ, നല്ല മനുഷ്യൻ. നല്ല മനുഷ്യൻ അവൻ്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? അവൻ കൃപയുള്ളവനായിരിക്കും. കൃപ കൊണ്ട് വായ്പ കൊടുക്കാൻ അവൻ പ്രേരിപ്പിക്കപ്പെടുമെന്നാണ് ഹീബ്രുവിൽ എഴുതിയേക്കുന്നത്. സ്തോത്രം. കോസ് ടു ലെൻഡ് എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇവന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ഈ കൃപ മറ്റുള്ളവന്റെ അവസ്ഥ കാണുമ്പം അവന് കടം കൊടുക്കത്തക്കവണ്ണം അവനെ കോസ് ചെയ്യും, അവനെ ഫോഴ്സ് ചെയ്യുമെന്ന്. അങ്ങനെ അതിന്റെ ശരിയായ ട്രാൻസ്ലേഷൻ. സദൃശവാക്യം 3-ാം അധ്യായം 27-ാമത്തെ വാക്യം നമ്മൾ വായിക്കും. സ്തോത്രം. എടുത്തൊന്ന് വായിക്കാമോ വേഗത്തിൽ? സ്തോത്രം. നമ്മൾ പലപ്പോഴും അവിടെ നിർത്തും. അടുത്ത വാക്യം കൂടെ ഒന്ന് വായിക്കണേ. അടുത്ത വാക്യം കൂടെ. നിന്റെ കയ്യിലുള്ളപ്പോൾ കൂട്ടുകാരനോട് പോയി വരിക, നാളെ തരാമെന്ന് പറയരുത്. സ്തോത്രം. കണ്ടോ? ഇതാ ദൈവത്തിൻ്റെ പ്രത്യേകത. നമുക്കിഷ്ടമുള്ളത് മാത്രം നമ്മൾ വായിച്ച് നിർത്തും. അവിടെ നിർത്തരുത്. അടുത്ത വാക്യം പറയുക, നിന്റെ കയ്യിൽ ഉള്ളപ്പം കൂട്ടുകാരനോട് എന്നാ പറയരുത്? പോയിട്ട് വാടാ, നാളെ തരാം എന്ന് പറയരുത്. അവനെ നടത്തിക്കുന്ന ഒരു സ്വഭാവം. സ്തോത്രം. മറ്റുള്ളവനെ നടത്തിക്കുന്ന ഒരു സ്വഭാവം ഈ സർക്കാർ ഓഫീസിലൊക്കെ ചെല്ലുന്ന പോലെ സ്തോത്രം നമ്മളിലുണ്ടാകരുത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെപ്പോഴും നേരുള്ളവരായിരിക്കണം. ഇങ്ങനെയൊക്കെ നടന്നാലുണ്ടല്ലോ ഈ പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ എൻ്റെ നിങ്ങളുടെ ഇതുവാ. സ്തോത്രം. പലപ്പോഴും നമുക്കൊക്കെ ഇതിന് കഴിയാതെ പോകുന്നതാണ് നമ്മുടെ പ്രയാസം. കൃപയുള്ളതായിരിക്കണം പ്രിയമുള്ളവർ. നിങ്ങളുടെ വാക്കുകൾ കൃപയുള്ളതായിരിക്കണം, ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം പറയാം. നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ കൊടുക്ക വാങ്ങലുകളിൽ എന്തുണ്ടാകണം? കൃപയുണ്ടാകണം. മറ്റുള്ളവരോട് ഗ്രേഷ്യസ് ആയിട്ട് സ്തോത്രം ഇടപെടണം. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ പേര് വെച്ചേക്കുന്നുണ്ട് ലേബർ ഗ്രേസ്. നമ്മളിൽ എന്തുണ്ടാകണം? ഗ്രേസ് ഉണ്ടാകണം. നമ്മൾ ഗ്രേഷ്യസ് ആയിട്ട് ഇടപെടണം. സ്തോത്രം. അടുത്തത്, കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും. നല്ല മനുഷ്യൻ കൃപ തോന്നി വായ്പ കൊടുക്കുന്ന ശരിയായ ട്രാൻസ്ലേഷൻ ഞാൻ ഇംഗ്ലീഷിലൊന്ന് വായിക്കാവേ. എ ഗുഡ് മാൻ ഡീൽസ് ഗ്രേഷ്യസ്ലി ആൻഡ് ലെൻസ്. ഹി വിൽ ഗൈഡ് ഹിസ് അഫയേഴ്സ് വിത്ത് ഡിസ്ക്രീഷൻ. അവൻ്റെ കാര്യങ്ങളെ അവൻ ആ ദൈവഭയത്തിൽ കൃത്യമായ പകുത്തറിവോടുകൂടെ ചെയ്യുമെന്നാണ് പറയുന്നത്. പകുത്തറിവ് എന്നുള്ള ഒരു തമിഴ് പദമാണ്. അതിന് നല്ല വിവേകത്തോടെ ചെയ്യുമെന്നാ സ്തോത്രം ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഒരു നല്ല മനുഷ്യൻ്റെ പ്രത്യേകത അതാ. ഒരു അപ്രൈറ്റ് ആയിട്ടുള്ള, ഒരു നീതിമാനായിരിക്കുന്ന, ഒരു നേരുള്ള വ്യക്തിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അവൻ തൻ്റെ അഫയേഴ്സ് എല്ലാം, അവൻ്റെ ഏത് കാര്യത്തെയും ആ ദൈവിക ആലോചനയിൽ വിവേകപൂർവം ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ ഈ സ്വഭാവമുണ്ടോ? ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു അല്ലേ? സ്തോത്രം. ഇതൊന്നും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകരുത്. സ്തോത്രം. യഹോവ ഭക്തിയോടെ ഇരിക്കണം, ദൈവിക കൽപ്പനകളെ കാത്തുകൊള്ളണം. 3 അപ്രൈറ്റ് ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞാൽ നീതിമാനായി നേരുള്ളവനായിട്ടിരിക്കണം. 4 കൃപയും കരുണയും ഉള്ളവരായിരിക്കണം. 5-ാമത്തെ കാര്യം നമ്മളിവിടെ പറയുകയാണ്. സ്തോത്രം. നമ്മുടെ വ്യവഹാരങ്ങളിൽ, നമ്മുടെ കാര്യങ്ങളിൽ, നമ്മുടെ അഫയേഴ്സുകളിൽ നമ്മളെപ്പോഴും ദൈവികമായിരിക്കുന്ന ഒരു ഡിവൈൻ ഡിസ്ക്രീഷൻ ഉള്ളവരായിരിക്കണം. ഒരു വിവേചന വരമുള്ളവരായിരിക്കണം. അങ്ങനെയുള്ളവർ ഒരു നാളും കുലുങ്ങിപ്പോകില്ല. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അല്ലേ? എനിക്കുണ്ട് ആഗ്രഹം. എന്തെല്ലാം പ്രതിസന്ധി വന്നാലും, ഏതൊരുത്തം മുന്നേ നിന്നാലും ഞാൻ എന്ത് ചെയ്യരുത്? കുലുങ്ങിപ്പോരും. ആഗ്രഹം നല്ലതാ, പക്ഷെ അതിന് തക്കവണ്ണമുള്ള പ്രവൃത്തി എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിലുണ്ടാകണം. ഒരുത്തൻ കുലുങ്ങാതെ നിൽക്കണമെങ്കിൽ അവൻ്റെ ആശ്രയം യഹോവയിലായിരിക്കണം. ഒരുവന് കുലുങ്ങാതിരിക്കാൻ കഴിയണമെങ്കിൽ സ്തോത്രം അവൻ യഹോവയെ ഭയപ്പെടുന്നവനായിരിക്കണം. ഒരുവന് കുലുങ്ങാതെ നിൽക്കാൻ കഴിയുന്നെങ്കിൽ അവൻ്റെ പാതകൾ യഹോവയുടെ വഴികളിലായിരുന്നെന്ന് ഉറപ്പിക്കുവാൻ കഴിയണം. സ്തോത്രം. അപ്പോൾ വീഴാതെ വണ്ണം തൻ്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ കളങ്കമില്ലാതെ നിങ്ങളെ നിർത്തുവാൻ ശക്തനായവന് എന്ന് പൗലോസ് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച് പറയാൻ പറ്റും. എന്നെ വീഴാതെ വണ്ണം അവിടുത്തെ സന്നിധിയിൽ വേദനയോടെയല്ല, ആനന്ദത്തോടെ കളങ്കമില്ലാതെ നിർത്തുവാൻ ശക്തനായവനാ എൻ്റെ കർത്താവെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയാം. സ്തോത്രം. ഓടി വായിച്ചു പോകുകയാ. സ്തോത്രം. ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല. അവൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. സ്തോത്രം. അടുത്ത് പറയുക, അവൻ്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു. അവൻ ശത്രുക്കളിൽ തൻ്റെ ആഗ്രഹം നിവർത്തിച്ച് കാണും. എന്നിട്ട് വീണ്ടും പറയുക, അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. ആ വാക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേ. അവൻ വാരി വിതറി. എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. സത്യം.
എൻ്റെ കരങ്ങളെ ദൈവമേ, ഞാൻ ചിലപ്പോഴൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, എൻ്റെ കരങ്ങളെ ദൈവമേ ബലപ്പെടുത്തണമേ. ഇല്ലാത്തവരുടെ കരങ്ങളെ നിറയ്ക്കുവാൻ തക്കവണ്ണം എൻ്റെ കരങ്ങൾ നിറഞ്ഞിരിക്കട്ടെ. ഒരു ദൈവ പൈതലിന് ആ പ്രാർത്ഥന തെറ്റാണെന്ന് ഞാൻ കരുതുന്നില്ല. സ്തോത്രം. ആവശ്യത്തിലിരിക്കുന്നവനെ സഹായിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു ദൈവിക അനുഗ്രഹമാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഒരുവൻ വന്ന് ചോദിക്കുമ്പോൾ ഇന്ന എന്ന് പറഞ്ഞു കൊടുക്കാൻ എൻ്റെ കയ്യിലുള്ളത് എനിക്കൊരു അനുഗ്രഹമാണ്. സ്തോത്രം. പക്ഷേ എൻ്റെ ആശ്രയം അതിലായിത്തീരരുത്. പലപ്പോഴും അറിയാതെ നമ്മൾ അതിലേക്ക് ചാഞ്ഞു പോകുന്നു എന്നുള്ളത് നമ്മുടെ ഒരു ബലഹീനതയാണ്. ഈ നാളുകളിൽ ആ ബലഹീനതകളെ ജയമെടുത്തുകൊണ്ട് സ്തോത്രം വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുവാൻ കഴിയുന്ന സ്തോത്രം ഒരനുഭവത്തിലേക്ക് നാം നടത്തപ്പെടട്ടെ. അവൻ്റെ നീതി, വീണ്ടും പറയുക, എന്നേക്ക് നിലനിൽക്കുന്ന, അതിനകത്തും അവൻ്റെ നീതി. ഐശ്വര്യ സമ്പത്തും വർദ്ധിക്കുമ്പം അവൻ്റെ നീതി എന്നേക്ക് നിലനിൽക്കും. നഷ്ടപ്പെട്ടു പോകാത്ത നീതി നിലനിർത്തിക്കൊണ്ടുള്ള വർധനവ്, കൊടുക്കുമ്പോൾ നീതി നിലനിർത്തിക്കൊണ്ടുള്ള സ്തോത്രം കൊടുക്കും. അടുത്ത് പറയുക, സ്തോത്രം, അവൻ്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. നമുക്കെല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണ് അല്ലേ? മറ്റൊരാളുടെ മുമ്പിൽ താഴ്ത്തപ്പെടുന്നത് നമുക്കിഷ്ടമാണോ? സ്തോത്രം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ത്തപ്പെടുന്നത്. സ്തോത്രം. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് വഴക്ക് കേൾക്കുന്നത് ഇഷ്ടമാണോ? ആർക്കും ഇഷ്ടമല്ല. അതിന് മാനേജ്മെൻറ്റ് പഠിക്കുമ്പം പറയുന്ന ഒരു വേർഡുണ്ട്, സെൽഫ് എസ്റ്റീം എന്ന് പറയും. ഓരോരുത്തൻ്റെയും തനിപ്പെട്ട വ്യക്തിത്വം, അതിനെ ഹേർട്ട് ചെയ്യരുത്. സ്തോത്രം. അതിനെ ഹേർട്ട് ചെയ്യാൻ ഞാൻ മുതിർന്നാൽ എൻ്റെ വില അവൻ്റെ ഹൃദയത്തിൽ നഷ്ടപ്പെടും. സ്തോത്രം. വ്യക്തിത്വത്തെ ഹനിക്കരുത്. സ്തോത്രം. കർത്താവ് ചെയ്ത എല്ലാറ്റിലും, എല്ലാ പ്രവൃത്തിയിലും ചിന്തിച്ചോണം, അവൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരുത്തൻ്റെയും വ്യക്തിത്വത്തെ ദൈവം എന്ത് ചെയ്തിട്ടില്ല? ഹനിച്ചിട്ടില്ല. സുഖമായിട്ട് അഡൾട്രസ് ആയിട്ടുള്ള വുമൻ, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ നല്ല സുഖമായിട്ട് കർത്താവിന് അവിടെ വെച്ച് അവളുടെ വ്യക്തിത്വത്തെ ഹനിക്കാമായിരുന്നു. അത്രയും കൊടൂര പാപത്തിൽ പെട്ടവളായി മുൻപിൽ വന്ന് നിൽക്കുമ്പോഴും അവളുടെ വ്യക്തിത്വത്തെ ഹനിക്കാത്തൊരു കർത്താവിനെ നിങ്ങൾക്ക് ദർശിക്കാൻ കഴിയുന്നുണ്ടോ? സ്തോത്രം. അത് നമ്മൾ പഠിക്കണം. നമ്മൾ പലപ്പോഴും മറ്റുള്ളവർ വ്യക്തിത്വത്തെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നുണ്ട്. സ്തോത്രം. അത് പലപ്പോഴും നമ്മളോടുള്ള വിരോധമായി, സ്തോത്രം, നമ്മളോടുള്ള കയ്പായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരുടെയും വ്യക്തിത്വത്തെ ഹനിക്കരുത്. ഓരോരുത്തർക്കും വ്യക്തിത്വമുണ്ട്. നമ്മുടെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവന് വ്യക്തിത്വമില്ലെന്നാ. കൂരയ്ക്കകത്ത് കിടക്കുന്നവന് അവൻ്റെതായ വ്യക്തിത്വമുണ്ട്. സ്തോത്രം. സ്തോത്രം. ഒരിക്കലും നമ്മളതിനെ ഹനിക്കരുത്. നമ്മുടെ വാക്കുകൊണ്ടോ, നമ്മുടെ പ്രവൃത്തി കൊണ്ടോ, നമ്മുടെ ചിന്തകൾ കൊണ്ടോ നമ്മൾ ഒരുത്തൻ്റെ വ്യക്തിത്വത്തെ ഹനിക്കരുത്. ഇവിടെ കർത്താവ് പറയുക, നിന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. യഹോവയെ ഭയപ്പെടുന്നവൻ, ദൈവത്തിൻ്റെ വചനത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നവൻ, സ്തോത്രം, അവന് വേണ്ടി ജീവിക്കുന്നവൻ, നേരോടെ ജീവിക്കുന്നവൻ, നീതി നിലനിർത്തവൻ, കൃപയുള്ളവൻ, അവൻ്റെ കൊമ്പ് ബഹുമാനത്തോടെ എല്ലാ കാലത്തും ഉയർന്നിരിക്കും. ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും, അവൻ പല്ലുകടി ചുരുങ്ങിപ്പോകും, ദുഷ്ടൻ്റെ ആശ നശിച്ചു പോകും. എന്തുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പോയി ഒരു ദുഷ്ടനെക്കുറിച്ച് പറഞ്ഞ് സങ്കീർത്തനം അവസാനിപ്പിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം. പക്ഷെ ഒരുപക്ഷെ നമുക്കുള്ള ഒരു 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 മുന്നറിയിപ്പായിരിക്കാം. അവിടെ പറയുക, നമ്മളാരും ഈ പല്ലുകടിക്കാരാകരുത്. പലർക്കും മറ്റുള്ളവർ ഉയർച്ച ഒട്ടും ഇഷ്ടമല്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുത്തിന് ഒരു സ്റ്റെപ്പ് എന്തെങ്കിലും എടുത്തു വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ എങ്ങനെയും നിന്ന് അവനെ തകർത്ത് കളയാവുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ പ്രവൃത്തിയിൽ അതുണ്ടാകരുത്. ഒരുത്തൻ വളരുന്നെങ്കിൽ വളരാൻ സമ്മതിക്കണം. നമ്മൾ മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് എന്താകരുത്? തടസ്സമായി തീരരുത്. എന്നാൽ സങ്കീർത്തനത്തിൽ ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, സ്തോത്രം, യഹോവ ഭയത്തോടെ ഇരിക്കുക. സ്തോത്രം. അവൻ്റെ വചനത്തിൽ ഇഷ്ടമുള്ളവരായിരിക്കുക. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, ധനവും മാനവും തേജസ്സും ബഹുമാനവും, നിന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കുന്നതും നിന്റെ തലമുറകൾ നേരുള്ള പാതകളിൽ നടക്കുന്നതും നമ്മൾ കാണുവാനായിട്ടിടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും ഇതൊക്കെ ആഗ്രഹിക്കുകയും എന്നാൽ ദൈവത്തെ സ്നേഹിക്കേണ്ട അളവിൽ സ്നേഹിക്കാതെ, ദൈവത്തിൻ്റെ കൽപ്പനകളിൽ പ്രിയം വെക്കേണ്ട അളവിൽ പ്രിയം വെക്കാതെ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ അവസ്ഥകൾക്ക് ഒരു മാറ്റമുണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ വചനത്തിന് കൃത്യമായ ഒരു സ്ഥാനമുണ്ടായിരിക്കട്ടെ. എവിടെയും കയറി ചെല്ലുവാൻ, സ്തോത്രം, എവിടെയും തിരുത്തലുകൾ നടത്തുവാൻ ഈ വചനത്തിന് ഇടം കൊടുക്കുന്നവരായി തീരട്ടെ. അതിന് തക്കവണ്ണം ഈ വചനത്തെ വായിക്കുന്നവരായിരിക്കട്ടെ. അതിന് തക്കവണ്ണം ഈ വചനത്തെ ധ്യാനിക്കുന്നവരായിരിക്കട്ടെ. അതിന് തക്കവണ്ണം ഈ വചനത്തെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നവരായി തീരട്ടെ. സ്തോത്രം. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ തുടർന്നും ബലപ്പെടുത്തുമാറാകട്ടെ, ശക്തീകരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.